മൈഫിൻ ടി വി പ്രസൻസ് ഈറ്റ് ഇന്ത്യ ഈറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിച്ചിലപ്പള്ളി സ്ക്വയറിലാണ്. നമുക്കിന്നൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തരാൻ പോകുന്നത് ചിച്ചിലപ്പള്ളി സ്ക്വയറിലെ മെയിൻ ഷെഫായ സൗജിത്ത് ഏട്ടനാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സൗജിത്ത് ഏട്ടാ, എന്താണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? എഗ് കോട്ടഡ് മഷ്റൂം ഫ്രൈഡ് റൈസ്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ടുള്ള വെജിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ്, സെലറി, സ്പ്രിംഗ് ഒനിയൻ. ഇതെന്താണ്? പിന്നെ മഷ്റൂം അല്ലേ? എന്താണ് ഈ മഷ്റൂമിന്റെ പ്രത്യേകത? മഷ്റൂം ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു എന്താ പറയാ, നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർ മഷ്റൂമിന്റെ നോൺ വെജ് കഴിക്കാത്ത ആളുകൾക്ക് മഷ്റൂം നല്ലൊരു ചോയ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ റൈസ് എന്താണ് പ്രത്യേകത? ഇത് ബസുമതി റൈസ് ആണ്. മെയിൻ ആയിട്ട് ഫ്രൈഡ് റൈസിന് ബസുമതി റൈസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബിരിയാണിക്കും അത്യാവശ്യം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബസുമതി റൈസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ തുടങ്ങാല്ലേ? ഓക്കെ, നമുക്ക് ക്യാബേജ് എല്ലാം ഇൻഗ്രീഡിയൻസ് നമ്മൾ 1 പോർഷനാണ് നമ്മൾ ഉണ്ടാക്കണുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് മതിയല്ലേ. ആ അരിയുന്നതിന്റെ ഒക്കെ ഒരു സ്റ്റൈല് നോക്കിയേ, പെർഫെക്ഷൻ അല്ലേ? അതൊക്കെ എന്തോന്നല്ലേ, അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ ആയി വരുന്നതാണ്. ഇതിലേക്ക് നോക്കിയില്ലെങ്കിൽ ഇങ്ങനെ അറിയാൻ പറ്റും. നോക്കിയില്ലെങ്കിൽ അറിയാൻ പറ്റും. നമുക്കത് അതാണ് പ്രൊഫഷണൽസ് അല്ലേ? അത് അധികം നാളതങ്ങനെ ചെയ്ത് ഞാനൊക്കെ ആയിരുന്നാലും ഇപ്പൊ കൈയൊക്കെ പോയാണ്. കൈ മുറിയും. പക്ഷെ ഫസ്റ്റ് നമ്മളെ കൈയെല്ലാം നല്ലപോലെ മുറിയും. അത് ആദ്യം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നോക്കിയെല്ലാം ശ്രദ്ധിച്ച് കട്ട് ചെയ്യും. ആ സമയത്ത് ചെറുതായിട്ടൊക്കെ മുറിയും. എന്നാലും ശ്രദ്ധിച്ചാലും ചിലപ്പോൾ മുറിയും നമ്മുടെ കൈ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാതെ ശ്രദ്ധിക്കാതെ കട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും മുറിയും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, പ്രാക്ടീസ് ഇല്ലാതെ ഇങ്ങനെ അവിടെ ഇവിടെ നോക്കി അരിയരുത്, കൈ മുറിയും. അപ്പൊ നമ്മൾ ഈ അരിഞ്ഞത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ വേണം. സ്പ്രിംഗ് ഒനിയൻ എന്താണ് ഇതിന്റെ പ്രത്യേകത? സ്പ്രിംഗ് ഒനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഇതൊരു ചൈനീസ് ഡിഷാണ്. മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലറി, സ്പ്രിംഗ് ഒനിയൻ ഒരുവിധം ഫ്രൈഡ് റൈസിലെല്ലാം നമ്മൾ ആഡ് ചെയ്യും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അപ്പോൾ സ്പ്രിംഗ് ഒനിയൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി എന്താണ് അടുത്തത്? നമുക്ക് സെലറി കട്ട് ചെയ്യാം. സെലറി ചൈനീസ് നമ്മുടെ എല്ലുകൾക്കും എല്ലാം വളരെ നല്ലതാണ്, നല്ലൊരു ഇതാണ്. അപ്പൊ ഇത് ലീവ്സ് വേണ്ട? ലീവ്സ് ഇല്ല, ലീവ്സ് ആഡ് ചെയ്യില്ല. സെലറി ലീവ്സ് അല്ല, ഈ തണ്ടാണല്ലോ ആഡ് ചെയ്യണം. അപ്പൊ നമ്മളിതിന്റെ തണ്ട് മാത്രമേ ആഡ് ചെയ്യുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും മതി? അത് ഇത്രയും മതി. 1 പോർഷൻ എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് മതി. ഇൻഗ്രീഡിയൻറ്റ് നമ്മളെപ്പോഴും കുക്കിംഗ് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇൻഗ്രീഡിയൻറ്റ് കൂടുതൽ ചേർത്തു എന്ന് വെച്ച് ഭക്ഷണത്തിന് രുചി കൂടില്ല. ആവശ്യത്തിന് മാത്രമാണ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പാടുള്ളൂ. അത് എന്ത് തന്നെയായിരുന്നു. ഇതിപ്പോ ക്യാപ്സിക്കത്തിനൊക്കെ ചെറിയൊരു അല്ലേ പീസ് മാത്രം എടുക്കണമല്ലോ, ചെറിയൊരു പീസിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ ഹോട്ടലിലാവുമ്പോൾ അത് ഈ കുറേ പോർഷൻ ഓട്ടോമാറ്റിക്കലി ഓർഡർ വരുന്നതിനനുസരിച്ച് നമുക്ക് അപ്പോൾ കുറച്ചധികം നമ്മൾ റെഡിയാക്കി വെക്കും. സൗജിത്തേട്ടന് ഏറ്റവും കൂടുതൽ എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര പേർക്ക് വേണ്ടിയാണ് ഭക്ഷണം ഉണ്ടായിട്ടുള്ളത് ഒരു നേരത്ത്? ഞങ്ങള് ഇതൊരു ടീം വർക്കാണ്. കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം വർക്കാണ്. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു കാര്യമല്ല. നമുക്ക് എപ്പോഴും ഹെൽപ്പർമാരും നമുക്കിപ്പോൾ നമ്മുടെ കിച്ചണിൽ തന്നെ 25ഓളം ആൾക്കാരുണ്ട് ജോലി ചെയ്യുന്നുണ്ട് കുക്കുമാരായിട്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം തന്നെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എത്ര എൻട്രി വരും എന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം തന്നെ 10,000 പേര് എല്ലാം കയറി വരും. അപ്പോൾ അവിടെ 3-4-5 റെസ്റ്റോറൻറ്റ് ഉണ്ട്. എന്നാലും എങ്ങനെ പോയാലും നമ്മൾ 2,000-3,000 പേർക്ക് നമ്മൾ കരുതി വെക്കണം. അങ്ങനെ പെട്ടെന്ന് കയറി വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ യെല്ലോ ക്യാപ്സിക്കവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്യാരറ്റ് അരിയാം. ഞാനെപ്പോഴും ഓരോ ഇതിനും കൂടുതൽ കളർഫുൾ ആക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതെ, ഇപ്പൊ ഈ പ്ലേറ്റിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ കളർ, റെഡ്, യെല്ലോ, ഗ്രീൻ. ഇതെന്താ കളർ പറയാ? അത് വയലറ്റ് എന്ന് പറയാല്ലേ. വയലറ്റും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടൊരു കളർ. നമ്മൾ കുക്കിംഗ് ഒരു ആർട്ടാണെന്നൊക്കെ പറയില്ലേ? അതെ, തീർച്ചയായിട്ടും.
എല്ലാരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. കുക്കിംഗ് ഒരു ആർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പലതരത്തിലുള്ള കളറുകളും ഇതുകളൊക്കെ വരുമ്പോഴാണ് നമുക്കതൊരു ഭംഗിയാവും. കഴിക്കുന്നവരുടെ മറ്റേ സിനിമ പറയുന്ന പോലെ കഴിക്കുന്നതിന്റെ മനസ്സെന്ന് പറയണം. ഇത് നമ്മുടെ നോർമൽ ഷോപ്പിലെല്ലാം കിട്ടും. ഇത് ടിൻ മഷ്റൂം ആണ്. ടിന്നിൽ വരുന്ന മഷ്റൂം. ഇനി നമുക്ക് ബാക്കിയുള്ളത് റൈസും എഗ്ഗും ആണ് അല്ലേ? റൈസും എഗ്ഗാണ്. മിക്സ് ചെയ്യാനുള്ള എല്ലാമായി. ഓക്കെ. റൈസ് ഉണ്ട്, നല്ല ഭംഗിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ഷെഫ്. അപ്പൊ ഇനി അടുത്ത വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഗ്രീൻ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാം. ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ. വീട്ടിലൊക്കെ ഇതൊക്കെ ഉണ്ടായി കഴിക്കാറുണ്ട് ഒറ്റക്ക്? വീട്ടില് ഒറ്റയ്ക്ക് ഷെഫുമാര് വീട്ടിലെന്താ ശരിക്കും ഉണ്ടായി ഇത്രയും പണിയെടുക്കും വീട്ടില്? എന്നെ സംബന്ധിച്ചോളം, മറ്റുള്ള ഷെഫുമാരെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് നോക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കും, എന്തെങ്കിലുമുള്ള സിമ്പിൾ ആയിട്ട് എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിക്കാവുന്നതാണ്. മെയിനായിട്ട് നമുക്ക് ഭക്ഷണത്തിനോട് വല്ലാത്തൊരു ഇതുണ്ടാവില്ല. എന്നുവെച്ചാൽ നമ്മൾ ഇതിന്റെ ഉള്ളിലാണ് ഫുൾ ടൈം രാവിലെ തൊട്ട്. അപ്പൊ ഭക്ഷണത്തിന്റെ ആ ഒരു എന്താ പറയാ, ഇങ്ങനെ അത് കഴിക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ കടായി അല്ലേ? ഞാൻ ബട്ടറിൽ സോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ടറിൽ ഓയിലായാലും കുഴപ്പമില്ല. ഞാൻ അതിലേക്ക് വെച്ചു. അതിനുശേഷം ബട്ടർ അല്ലേ? ബട്ടർ ആഡ് ചെയ്തു. എന്തോരം വേണം? അധികം വേണ്ട. അതൊന്ന് വയറ്റി എടുക്കാനല്ലേ? അങ്ങനെയല്ലേ പറയാ? വയറ്റിയെടുക്കാന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസിൽ എപ്പോഴും ഫ്രൈഡ് റൈസ് ഇത് ഫ്രൈ ആയി എടുക്കുന്ന റൈസാണ്. ഫ്രൈഡ് റൈസ് ഈ ഓക്കിൽ നമ്മൾ ഫ്രൈ ആയിട്ട് എടുക്കണം. അപ്പൊ കൂടുതൽ ഓയിൽ ആയാലും ശരിയാവില്ല. ആ ഒരു ലെവലില്. ശരി. അപ്പൊ ഇനി ഫസ്റ്റ് എന്താണ് എടുക്കേണ്ടത്? നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ എഗ്ഗും മഷ്റൂമിന് എഗ് എടുത്തു. മഷ്റൂം ഇതിലേക്ക് ഇടുമോ? മഷ്റൂമും എഗ്ഗും നമ്മൾ ഈ മഷ്റൂം ആഡ് ചെയ്യും. ഇതിൽ തന്നെ മഷ്റൂം ഇട്ടോ എല്ലാം ഇടാം അല്ലേ? നമ്മൾ പാനിലേക്ക് മഷ്റൂം ഇട്ടു. മഷ്റൂമിനെ ഒന്ന് എഗ് കോട്ടഡ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പാനിലേക്ക് മുട്ട ഒഴിച്ചിട്ടു. അതിനുശേഷം മഷ്റൂം ഇട്ടൊന്ന് സോർട്ട് ചെയ്തു. ബട്ടർ എഗ് എല്ലാം കൂടി ആകുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. നല്ലൊരു സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ്? ഏതായിരുന്നു? ബാക്കിയുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നിടാം അല്ലേ? ഇത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് വേവ് ഒന്നും പറയാനില്ല, നമ്മുടെ ഒരു ഐഡിയ ആണ് അല്ലേ? നമ്മുടെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്ര സമയം കഴിഞ്ഞാൽ, അതായത് കുക്കിംഗ് മെത്തേഡ് ഉണ്ട്. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കരിഞ്ഞു പോവുക അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എന്താവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ അൽഫാം നമ്മൾ സാധാരണ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലാക്ക് കളറിൽ കരിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും പുറത്ത്. ഒരിക്കലും അങ്ങനെ കരിയാൻ പാടില്ല. അപ്പം അങ്ങനെ കരിഞ്ഞിട്ടുള്ള ഒരു അൽഫാം കഴിച്ചു കഴിഞ്ഞാൽ 20 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നത്. അപ്പോൾ കുക്കിംഗ് മെത്തേഡ് എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് കരിഞ്ഞു പോയ അൽഫാം കഴിക്കരുത്. 20 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഓർത്തിരിക്കുക. ഇതിനു മുമ്പ് നമുക്ക് കുറച്ചൊരു സാൾട്ട് ഇതിൽ ആഡ് ചെയ്യാം. ഇതിനൊരു ഇപ്പൊ തന്നെ സോൾട്ട് ആഡ് ചെയ്തു. എനിക്ക് ധൃതിയായിട്ടുള്ളത് കണ്ടിട്ട് കഴിക്കാൻ ഇടട്ടെ. ക്യാബേജ് ഇട്ടോ മുഴുവൻ ഇടണ്ട, കുറച്ചുകൂടി ഇടട്ടെ. അതല്ലേ ലിറ്റിൽ ബിറ്റ് കുറച്ചുകൂടി മതി. ഓക്കെ, ബാക്കിയെല്ലാം ഫുള്ളിട്ടോട്ടെ. കുറച്ച് ഇങ്ങനെ ഇപ്പോഴും ആഡ് ചെയ്യണ്ട. ഇപ്പൊ ആഡ് ചെയ്ത് കുഴപ്പമില്ല. സാലറി ആഡ് ചെയ്യും. ചെയ്തു. ബാക്കി ക്യാരറ്റ് ഓർഡർ ഉണ്ട് ഇതിന്. അങ്ങനെ പ്രത്യേക ഈ സ്പ്രിംഗ് ഒനിയനെല്ലാം ഇപ്പോഴേ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് മുകളിൽ ഗാർണിഷ് ആയിട്ട് ഞാൻ ഇതിട്ടെ. ക്യാപ്സിക്കം അത് അത്രയും മതി. വൈറ്റ് റെഡ് അത്രയും മതി. ഇനി യെല്ലോ ഇടാം അല്ലേ? യെല്ലോ ഇട്ടു. പിന്നെ നമ്മൾ ഗ്രീൻ ഇട്ടോ. ഈ ഗ്രീൻ അങ്ങ് ഇട്ടു. ഇതിടണ്ടേ? ഇത് കുറച്ച് അത് നമുക്ക് ലാസ്റ്റ് ഇടാം അല്ലേ? അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഇട്ടു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യാം അല്ലേ? അടുത്തായിട്ട് നമ്മൾ റൈസ് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ റൈസ് ആഡ് ചെയ്തു. സിമ്പിളാണ്. സാൾട്ടും വൈറ്റ് പെപ്പറും. ആവശ്യത്തിന് സാൾട്ട്. അത്
ഷെഫ് തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. ഇത് കഴിഞ്ഞിട്ട് അല്പം വൈറ്റ് പെപ്പർ. ഓക്കെ. അപ്പോൾ ഈ നുള്ളിൻ്റെ കണക്ക് എങ്ങനെ? അതൊക്കെ നമുക്ക് കണക്ക് കൂട്ടലാണ് ഏകദേശം ഇങ്ങനെ എടുത്തിട്ട് അല്ലേ? എന്താ സൗജിത്തേരൻ്റെ ഡ്രീം എന്തായിരുന്നു? ഇപ്പോൾ സ്വന്തമായിട്ട് റെസ്റ്റോറൻ്റ് ആണോ എന്താണ്? എൻ്റെ ഒരു വലിയൊരു ഡ്രീമുണ്ട്. ആ ഒരു ഡ്രീമിന് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വന്നത്. അതായത് ഒരു മാതൃക കിച്ചൺ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എനിക്കുണ്ട്. അതായത് ഒരാളുടെ ഹെൽത്ത് അതായത് ഞങ്ങളെ മാതൃക കിച്ചനെ പറയുന്നത് ഷെഫാണ് ഡോക്ടർ, ഭക്ഷണമാണ് മരുന്ന്, കിച്ചണാണ് ഹോസ്പിറ്റൽ എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ആളുകൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 60% ആൾക്കാർക്കും 60% അസുഖങ്ങളും വരുന്നത് ഭക്ഷണത്തിലൂടെയാണ്. ഭക്ഷണം നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നല്ല ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഗസ്റ്റിനെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റിന് അറിയില്ല ഇതെങ്ങനെ പ്രിപ്പറേഷൻ നടക്കുന്നത്. അവർക്ക് അതിൽ ഇൻവോൾവ് ആവാനും പറ്റില്ല. അവർക്ക് ഓർഡർ ചെയ്യുന്നത് വരുന്നത് കഴിക്കാമെന്ന് മാത്രമേ. നമ്മൾ ഇനി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു എത്തിക്സ്, അതായത് നല്ല ഭക്ഷണം നല്ല വെജിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ വാഷ് ചെയ്ത് ട്രീറ്റ് ചെയ്ത്, പൗഡറുകളാണെന്നുണ്ടെങ്കിൽ കെമിക്കലുകളോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിലുള്ള പൗഡറുകളും കാര്യങ്ങളും അതാണ് നമ്മൾ ചെയ്യുന്നല്ലേ. അപ്പോൾ ഓൾറെഡി ആയിന്ന് തോന്നണം അല്ലേ? ഓർഡർ ആയിട്ടുണ്ട്. നമ്മളിത് ഇതിലേക്ക് ബൗളിലേക്ക് മാറ്റണ്ടേ? ഓക്കെ, അപ്പോൾ ഏകദേശം ആയെന്ന് തോന്നുന്നു. ഞാൻ ബൗൾ എടുക്കട്ടെ? ഐശ്വര്യമായിട്ട് ഇങ്ങോട്ടും സാധാരണ അജിനോമോട്ടോ ചൈനീസിൽ ആഡ് ചെയ്യും. നമ്മളിവിടെ ആഡ് ചെയ്യുന്നില്ല. അജിനോമോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ടേസ്റ്റ്, അതായത് നാവിലെ ടേസ്റ്റ് ബഡ്സിൽ അത് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഇവിടെ ലഭിക്കും. നമ്മൾ അജിനോമോട്ടോ ഒന്നും ആഡ് ചെയ്യാണ്ടാണ് മാക്സിമം അങ്ങനെയുള്ള അജിനോമോട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഫുഡ് ഗ്രേഡ് അല്ലാത്തൊരു ഇതൊന്നല്ല. അജിനോമോട്ടോകൾ കഴിച്ചതുകൊണ്ട് ആർക്കും ഇതുവരെ ദോഷം ഉണ്ടാവുക അങ്ങനെയുള്ള യാതൊരു ഇതുമില്ല. എന്ത് ഭക്ഷണവും സ്ഥിരമായിട്ട് കുറെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഇതുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് അജിനോമോട്ടോ ബോണുകളെ ഇത് ചെയ്യുന്നൊക്കെ പറയുന്നത്. ടേസ്റ്റ് ചെയ്യാൻ അത്രയും മതി. ബാക്കി നമുക്ക് താങ്ക് യു. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒന്നുകൂടി പറഞ്ഞതിൻ്റെ പേര് എഗ് കോട്ടഡ് മഷ്റൂം ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. സാധാരണ ഈ കുക്കറി ഷോയിലൊക്കെ ആളുകൾ ഷെഫിൻ്റെ മുമ്പ് വെച്ച് ചുമ്മാ പുകഴ്ത്തും. പക്ഷെ ഞാൻ ഉള്ളതാ പറയണത്, നല്ല ടേസ്റ്റ് ഉണ്ട്, വെറുതെ പറയല്ല, അടിപൊളി കലക്കി. താങ്ക് യു. അപ്പം ഇനി സൗജിത്തേൻ്റെ ഡ്രീംസ് എല്ലാം ഫുൾഫിൽ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഒരുപാട് നന്ദി മൈഫിൻ ടി വിക്ക് വേണ്ടി നല്ലൊരു ഡിഷ് ഉണ്ടാക്കി തന്നതിന്. അപ്പോൾ മൈഫിൻ ടി വി പ്രസൻസ് ഈറ്റ് ഇന്ത്യ 8ൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡിൽ മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം.